ആ എപ്പ ജയിലിൽ നിന്ന് ഇറങ്ങി? അവിടെ ചായ ഉണ്ടോ പറയല്ലേ? ചില മാറ്റങ്ങളൊക്കെ അനിവാര്യമുണ്ട്. ഞാനിതിനെ നോക്കി കാണുന്നത് വേറൊരു തലത്തിലാണ്. നാളെ വരുമ്പോ മുടി മറക്കല്ലേട്ടാ. ചേട്ടാ, ഞാൻ സന്ധ്യ. ഞാനാണെന്ന ചേട്ടന് വേണ്ടി ആദ്യമായിട്ട് ജയ് വിളിച്ചത്. ഓ, അത് കുട്ടിയാണ്. അന്ന് ജയ് വിളിച്ചില്ലേ? ഷോ എന്തൊരു ആവേശമായിരുന്നു. ചേട്ടനാ കൊടിയെടുത്ത് പറത്തിയപ്പോ രോമാഞ്ചായിരുന്നു ശരിക്കും. എന്നാ ചേട്ടാ ഞാനങ്ങട് എല്ലാവരും എന്നെ കളിയാക്കാണ. ലൈലൂടാ, നീ ഇപ്പൊ പഴയ ആളൊന്നുമല്ല. ഒരു കോളേജ് മൊത്തം പറപ്പിച്ച് സസ്പെൻഷൻ മേടിച്ച് ജയിലിലൊക്കെ കിടന്ന് പത്രത്തിലൊക്കെ ഫോട്ടോ വന്ന സഖാവ് ലൈലാസുരനാണ് നീ. കള്ളാ ലൈലു, ലൈലാസുര, ഇനി നിന്റെ വരവാണ്. ശരിക്കും ശരിക്കും വണ്ടി എടുക്ക നീ. സഖാവ് ലൈലാസറിനല്ലേ അത്? മേക്ക് ഓവറായി പോയോ? ഏയ്, ആള് നല്ല ചുള്ളനായിണ്ടല്ലോ. ഇവനെന്ത് പറ്റിയടാ? ഇന്നലെ വരെ കുഴപ്പമുണ്ടായിരുന്നല്ലോ. അന്ന് രാത്രി അവരുടെ വീട്ടിൽ വിരുന്നുകാരെത്തി. പുൽത്തകിടിയിൽ ഭക്ഷണ സാമാനങ്ങൾ ഒരുക്കിയ മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് അവർ ഇതെന്താ മുണ്ടൊക്കെ? പിറന്നാളാണോ? മൊത്തത്തിലൊരു ചേഞ്ച്. ആർക്കാണ് മിസ് ഇഷ്ടമല്ലാത്തത്? ലൈലാസുറിന് അസൈൻമെന്റ് വെച്ചായിരുന്നോ? ഇല്ല മിസ്. അയ്യോ, വലിയ കാര്യം ചെയ്ത പോലെ. അസൈൻമെന്റ് വെക്കാണ്ട് എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. രണ്ടുപേരും ഒന്ന് നിന്നേ. ഫിജോ അസൈൻമെന്റ് വെച്ചായിരുന്നില്ലേ? പിന്നെ നീ എങ്ങോട്ടാ? ഫിജോ കയറിയിരിക്കും. ഒരാളും അസൈൻമെന്റ് വെക്കാതെ എന്റെ ക്ലാസ്സിൽ ഇരിക്കാന്ന് വിചാരിക്കണ്ട. പോട്ടെ മിസ്സേ, അസൈൻമെന്റ് വെച്ചിട്ട് വേണം. പോട്ടെ സുഹൃത്തുക്കളെ. നമ്മളെവിടെ നിർത്തിയത്? എന്തായാലും മിസ്സേ, നമ്മളൊക്കെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വായിട്ടലിക്കണ പൈസ ഇവന്മാരൊരു ഹായ് ഗൈസ് പറഞ്ഞാൽ കിട്ടും. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വരുമാനമുണ്ട് മിസ്സേ. എന്താ മിസ്സേ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വല്ല പ്ലാൻ ഉണ്ടോ? പൊന്നു മിസ്സേ, എനിക്ക് വേറെ പണിയുണ്ട്. ഈ ജീവിതയാനത്തിൽ നമുക്ക് എന്നും ഓർത്തു വെക്കാൻ ചില ഓർമ്മകളെ ഉണ്ടാകൂ. ആ ഓർമ്മകൾ നമുക്ക് ഒരുമിച്ച് സൃഷ്ടിച്ചൂടെ? എന്നും ഓർമ്മയ്ക്കായി എന്ന് സ്വന്തം വാക്യം അജ്ഞാതൻ. ഏതോ ശോകാന്ത ഗാനം ഏതോ ഗന്ധർവൻ പാടുന്നുവോ. മിസ് മേഴ്സിനെ വരൂ, അന്താക്ഷരി കളിക്കാം. വോ വെച്ചൊരു പാട്ട് പാടൂ. വോളിബോളിന്റെ വോ പറ്റുന്നില്ല. അല്ല, അത് വോ അല്ലല്ലോ. പോയാ എടാ, യാ അല്ല, വോ. എടാ, വോ. ഇവരെല്ലാവരോട് കോളേജ് ഒരു പള്ളിയാക്കാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്തേലും കാണിക്കട്ടെ. ചേട്ടാ, സന്ധ്യ പെട്ടെന്ന് പാർട്ടി ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞു. നോമിനേഷൻ കൊടുക്കേണ്ട കാര്യത്തിനാ. ഇന്നാണോ? ഞാൻ ആദ്യമായിട്ടാണേ. ബാ പോവാം. പിന്നെ നോമിനേഷൻ കൊടുക്കുമ്പോ പേരിന്റെ സ്പെല്ലിംഗ് തരാതെ കൊടുക്കണേ, അല്ലെങ്കിൽ തള്ളിപ്പോവും. അല്ല, അഫ്സലൊക്കെ പറയാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ സെക്കൻഡ് സീറപ്പ് ചേട്ടൻ തന്നെയല്ലേ? പൊതുവെ അങ്ങനെ ഒരു സംസാരം ഉണ്ടല്ലേ. എന്നാൽ ഈ പേരിന്റെ സ്പെല്ലിംഗ് ഒക്കെ തെറ്റിച്ച് എഴുതണ്ട ഏത് മണ്ടന്മാരാണ്. നീ ക്ലാസ്സിലേക്കാണോ? ഈ അസൈൻമെന്റ് ഒന്ന് നോക്കിയോ? മലയാളം. അതെ, നമ്മുടെ ഫിഫുനെ കണ്ടായിരുന്നു. കണ്ടില്ലടാ. ഈ തണ്ടി എവിടെ പോയി കിടക്കാണാവോ? ചേട്ടൻ പറ്റിക്കൊന്നുമില്ല. രഞ്ജന്റെ പിള്ളേരോട് നീ ചോദിച്ചൊക്കെ പറയാൻ. പെങ്ങളാണ് നീക്ക് വന്നത്. പെങ്ങളാന്ന് പറഞ്ഞതല്ലേ നിനക്ക് മനസ്സിലായില്ലേ? എന്താ സമയത്ത് ബാഗ് കുടിച്ചേ? बढ़िया।
പിന്നെ കത്ര കഴിക്കല്ലേട്ടാ എന്താണ് പ്രശ്നം എന്താണ് രൂപയുടെ സിൽക്ക് മേടിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ മേമേനെ കൊണ്ട് കഷ്ടപ്പെടുത്തി എഴുതിച്ച അസൈൻമെന്റാണ് നീ കീറി കളഞ്ഞത്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ലൈലാസുര ആരാന്ന് നീ അറിയും. ലൈലാസുന്റെ പവർ എന്താന്ന് നീ അറിയും. ആരത്? ഹൃദയത്തിൽ നിന്നോട്ടെ പിരിഞ്ഞോ പാട്ട് വെട്ടി എവിടാ ഇടിച്ച് തൂളിച്ചിൽ വിടറാ. നീ എവിടെ പോയി കിടക്കായിരുന്നു? അല്ലേട്ടാ നമ്മ ഇത് ശരിക്കും പ്രശ്നം പ്രശ്നമില്ല മിണ്ടാണ്ടി. ആ ലൈലേശ്വര സമയം പോയി. വേഗം നെയ്തിൽ ഒപ്പിട്ടെ. ദേ ഇവിടെ സന്ധ്യ ആ അതെ മറ്റേ ID കാർഡും സാധനങ്ങളൊക്കെ കൊടുത്തേക്കണം, മറക്കല്ലേ. ഓൾ ദി ബെസ്റ്റ്. പാർട്ടിയാണ് വലുത്. ഫിഫുടാ എന്തിനായിരിക്കും ആ പെൺകൊച്ചു എന്നെ ഇങ്ങനെ നോക്കണത്? ഇത് അത് തന്നെയാണ് പ്രേമം. പ്രേമം? ആ എടാ ആ കൊച്ചു തന്നെ ഇങ്ങനെ നോക്കണ്ടെങ്കിൽ അത് പ്രേമല്ലാണ്ട് വേറെ തേങ്ങാവനാണ്. ഇത് പ്രേമൊന്നായിരിക്കൂല. എന്നാ പിന്നെ ചുമ്മാ നോക്കണായിരിക്കും. ചുമ്മാ നോക്കണമല്ല, എന്തോ ഉണ്ട്. എന്തോ ഉള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. കേട്ടല്ല ഇപ്പൊ എങ്ങനെയുണ്ട്? അത് തന്നെയല്ലേ ഞാനും ആദ്യം പറഞ്ഞത്. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ തന്നെ ഒന്ന് ചോദിക്കാന്നേ. അത് മോശമായി പോടാ. എന്തു മോശം? എടാ ആ കൊച്ചു നിന്നല്ലേ നോക്കണത്. നമ്മള് നാളെ ചെല്ലുന്നു, ആ കൊച്ചിനോട് കാര്യം ചോദിക്കുന്നു, ഈ നോട്ടത്തിനൊരു തീരുമാനമാക്കുന്നു. കലാസ് ഐഡിയ എങ്ങനെ? ഇത് കൊള്ളാട്ടാ. അതൊക്കെ കൊള്ളാം. പക്ഷെ നീ ഒന്ന് വന്ന് ഇത് ആകെ മൊത്തം പിടഞ്ഞൂത്തി കിടക്കണത് ഞാനാണ് ഇങ്ങനെ ആക്കിയത്. മൊത്തത്തിൽ ഞാനൊരു സംഭവം അല്ലടാ. എടാ ഒന്ന് വന്നേടാ. നീ വാ, ഇത് പിടിച്ചേ. ഒന്ന് മാറും സഹോദരി, ഒരു ഇത്തിരി ഗ്യാപ്പ്. കുട്ടിക്ക് എന്നോട് എന്തോ പറയാനില്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, നോ പ്രോബ്ലം. എന്താ വേണ്ടേ? ഇത് വല്ലാത്ത ശല്യമായല്ലോ. അല്ല അത് അങ്ങനെയല്ല. പോയി തരൂ പ്ലീസ്. പോരുണ്ടോ ഇല്ല? ഞാൻ പോയി കംപ്ലൈന്റ് ചെയ്യും. അല്ല കുട്ടി ഓർക്കണല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെ ഓർക്കണേ. ഇയാൾക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഇവനാണല്ലേ കോളേജിലെ വലിയ ദാദ. അടി ഇടി ബഹളവും. ഇവനാരാ കോളേജിലെ കുണ്ടിയോ? എനിക്കറിയാൻ പാടില്ല ഇവനാരാ. നീ എന്ത് ചിന്തരാളിക്കൊണ്ടിരിക്കുകയാണ്? കൊറേ നേരം ആയല്ല. എനിക്കൊന്നും മനസ്സിലാവുള്ളടാ ഫിഫു. എടാ ഇന്ന എത്ര രൂപ കൊടുക്കണം? അതും പറഞ്ഞ് ഞാൻ ചോദിക്കാൻ നിൽക്കും. വെറുതെ ചോദിച്ചാൽ നാളെ നാറി. എന്നെ കൊണ്ട് നീ ഓരോന്ന് പറയരുതട്ടാ. നീ അല്ലേ പറഞ്ഞ ആ കൊച്ചിനെ എന്നോട് പ്രേമണം മാങ്ങനെ തേങ്ങനെ ചക്കണെന്നൊക്കെ? അതുകൊള്ള നീ അല്ലേ പറഞ്ഞ കൊച്ചിന്റെ ചടവറാ നോട്ടോടുന്നു. നീ കണ്ടല്ലേടാ ആ കൊച്ചു എന്നെ ഫ്ലെക്സിമോ നോക്കിക്കണത്? സുരേട്ടനാ. എന്താണ് ഭയങ്കര ചർച്ചയിലാണല്ലോ. ഹായ് പഴംപൊരി. ആ പഴംപൊരി. എന്റെ പഴംപൊരി. ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ? ഇല്ല. അയ്യോ ബെല്ലടിച്ചു. ക്ലാസ്സിൽ പോണം. ഞാൻ പോട്ടെന്നാ. ശരി.
എന്തായാലും കാണാം. ഈ തങ്കപ്പെട്ട കൊച്ചാനോട് നിന്നോട് കലിപ്പായി സംസാരിച്ചെന്ന് പറഞ്ഞോണ്ണയാ. എടാ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്, ഇതെന്ത് തേങ്ങയാന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൾക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് ചോദിക്കണമല്ലോ. നീ വന്നടാ ചോദിച്ചിട്ട് നടക്കില്ലും അത് പിന്നെ പൂച്ച അവിടെ വെക്കത്.